തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ. മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൻ്റെ ഹൃദയസ്പർശിയായ തിരുവചനം എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ക്രിസ്തുവിൻ്റെ വചനം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന നമ്മൾ തിരുവചനങ്ങളോട് നമുക്കുണ്ടാകേണ്ടത് ആത്യന്തികമായ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു ഡെഡിക്കേഷനാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യൻ പറയുകയാണ്, ഗുരു, അങ്ങ് വളരെ പ്രസിദ്ധനാണ്, അങ്ങ് ഒത്തിരി അറിവുള്ള മനുഷ്യനാണ്, എനിക്കൊത്തിരി ആഗ്രഹമുണ്ട്, അങ്ങയുടെ കീഴിൽ വിദ്യ അഭ്യസിക്കണം. ഗുരു ശിഷ്യൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കണ്ണിൽ അഗ്നിയുണ്ടോ? വിദ്യ പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടോ? ഗുരുവിന് മനസ്സിലായി എൻ്റെ ശിഷ്യന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഗുരു പറഞ്ഞു, നീ എൻ്റെ ഒപ്പം നിന്നുകൊള്ളുക, വിദ്യ പഠിക്കാം നീ തുടങ്ങുക. അങ്ങനെ വർഷങ്ങളെടുത്ത് ഈ അനുഭവസ്ഥനായ ഗുരുവിൻ്റെ കീഴിൽ ശിഷ്യൻ വിദ്യ അഭ്യസിക്കുകയാണ്. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഈ ശിഷ്യൻ വന്ന് ഗുരുവിനോട് പറയുകയാണ്, ഗുരു, എന്നെ ബ്ലസ് ചെയ്താലും ഞാൻ പോവുകയാണ്, ഞാൻ നന്നായി വിദ്യ പഠിച്ചിട്ടുണ്ട്, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ ഇനി എൻ്റെ പ്രവർത്തന മേഖലയിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീണ്ടും ഗുരു കൗതുകത്തോടെ ശിഷ്യനോട് ചോദിക്കുകയാണ്, ശിഷ്യ, നീ ശരിക്കും വിദ്യ പഠിച്ചിട്ടുണ്ടോ? ശിഷ്യൻ പറയാണ്, ഗുരു, ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ ബ്ലസ് ചെയ്ത് ഗുരു ശിഷ്യനെ അവിടെ നിന്ന് വിടുകയാണ്. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഗുരു കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഗുരു ഓടിച്ചെന്ന് ശിഷ്യനോട് ചോദിക്കുകയാണ്, എന്തേ നീ തിരിച്ചു വന്നേ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ വിജയിക്കുന്നില്ല, നിന്നിൽ നിന്ന് പഠിച്ച വിദ്യകളൊന്നും എനിക്ക് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ വിജയിക്കുന്നില്ല, ഞാൻ പരാജയമായി മാറുകയാണ് എൻ്റെ പ്രവർത്തന മേഖലയിൽ. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, സാരമില്ല, നീ കുറച്ച് നാളുകൂടെ എൻ്റെ അടുത്ത് നിന്ന് വിദ്യ പഠിക്കുക. അങ്ങനെ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നാളുകൂടെ നിന്ന് വിദ്യ പഠിക്കുകയാണ്. അവസാന മിനുക്കുപണികളൊക്കെ പഠിക്കുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിൽ വന്ന് ശിഷ്യൻ പറഞ്ഞു, ഇനി നീ എന്നെ അനുഗ്രഹിച്ചാലും ഉറപ്പാണ് ഞാനിനി എൻ്റെ പ്രവർത്തന മേഖലയിൽ വിജയിക്കും. അങ്ങനെ ശിഷ്യൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷാദമൂകനായി വീണ്ടും ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഗുരു, ജീവിക്കണമെന്നില്ല, എല്ലാവരും എന്നെ തിരസ്കരിക്കുകയാണ്, നിന്നിൽ നിന്ന് പഠിച്ച ഒരു വിദ്യ പോലും എനിക്ക് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഗുരു ശിഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ശിഷ്യ, യു ഹാവ് ദ ടൂൾസ് ഓഫ് ദ മാസ്റ്റർ, ബട്ട് യു ഡസൻറ്റ് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ദ മാസ്റ്റർ. നിനക്ക് എൻ്റെ ആയുധങ്ങളൊക്കെ നീ സംഭരിച്ചിട്ടുണ്ട്, നീ പഠിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ അറിയാം, പക്ഷേ നിനക്കൊരു കാര്യം മാത്രം അറിയില്ല, എൻ്റെ ഗുരുവിൻ്റെ ആത്മചൈതന്യം മാത്രം ശിഷ്യ നീ സ്വന്തമാക്കിയില്ല, അതുകൊണ്ടാണ് നീ പരാജയപ്പെട്ടു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ,
ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന, യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുന്ന ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ, ക്രിസ്തുവിൻ്റെ ആത്മചൈതന്യം എന്നിലും നിങ്ങളിലുമൊക്കെ ഒരുപക്ഷെ പതിയാത്തത് കൊണ്ടല്ലേ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്? യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നമുക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവൻ്റെ ത്യാഗപൂർണമായ ജീവിതം സ്വന്തം ജീവിതത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.